നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സ്തനാർബുദവും അതിനുള്ള ചികിത്സയെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അബ്ദുൽ മാലിക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ അർബുദത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപേ സ്തനത്തിൻ്റെ ഘടനയും അതിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് അർബുദം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാമോ? യെസ്, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഫീമെയിൽസിലാണ് കൂടുതൽ കാണുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ഇതിൻ്റെ ഈ ഡക്ട്സ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഗ്ലാൻഡാണ് ഈ ഡക്ട്സ്. അതല്ലാതെ അതിൻ്റെ ഫൈബ്രോ ഫാറ്റി ടിഷ്യൂ ഉണ്ട്. ഈ എപ്പിത്തീലിയൽ ലൈനിങ്, ഈ ഡക്റ്റൽ ലൈനിങ്ങിൽ അബ്നോർമാലിറ്റി വരുമ്പോഴാണ് അവിടെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു മുഴ വരുന്നത്. ഇതിൽ നിന്നാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ തുടരുന്നത്. സോ സാധാരണ ഈ ഗ്ലാൻഡിൽ നിന്നാണ് ഈ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് സാധാരണ ഡെവലപ്പ് ആവുന്നത്. സോ ഒരു 15-20 ഡക്റ്റ്യൂൾസ് ഉണ്ടാവും ഒരു ബ്രസ്റ്റിൽ. സോ അതാണ് ബ്രസ്റ്റ് ക്യാൻസറിന് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഫൈബ്രോ ഫാറ്റി ടിഷ്യൂ അവിടെയല്ല സാധാരണ വരുന്നത്. പിന്നെ എങ്ങനെയുള്ള മുഴകളാണ് അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ആകുന്നത്? അങ്ങനെ സാധാരണ ഒരു നമുക്ക് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും ഒരു അബ്നോർമൽ മുഴയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മുഴ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹാർഡ് ഫിക്സ്ഡ് ക്യാരക്ടറായിട്ടുള്ള മുഴകൾ, അല്ലെങ്കിൽ സ്കിന്നിൽ ചേഞ്ചസ് വരുന്ന ടൈപ്പ് മുഴകൾ, ഇതില്ലാതെ നിപ്പിൾ വഴി ബ്ലഡ് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ക്യാൻസർ ആവാനാണ് ചാൻസ്. ഫിക്സ്ഡ് മുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് അധികം ഇല്ലാതെ ബ്രസ്റ്റ് ടിഷ്യൂവിൽ ഫിക്സായി നിൽക്കുന്നതാണ് ഫിക്സ്ഡ് മുഴ എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു വിതിൻ ഒരു 3 months 4 months ഇത് പെട്ടെന്ന് സൈസ് കൂടുന്നുണ്ട്. സൈസ് കൂടാത്ത സോഫ്റ്റായിട്ടുള്ള മുഴകൾ നീങ്ങാൻ പറ്റുന്നുണ്ട്, എന്താണ് ബ്രസ്റ്റിൽ നല്ലോണം നീങ്ങുന്നുണ്ട്. അങ്ങനത്തെ ടൈപ്പ് മുഴകൾ സാധാരണ ബിനൈൻ ഫൈബ്രോ എഡിനോമ ആയിരിക്കും. അത് കൂടുതൽ കേസിലും അതായിരിക്കും കാരണം. വളരെ വളരെ ചുരുങ്ങിയ കേസുകളിലാണ് ഇത് ക്യാൻസറായിട്ട് കാണുന്നത്. അപ്പോൾ അത് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അത് സാധാരണ മുഴയാണോ അത് എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള ഒരു മുഴയാണോ എന്ന്. എങ്ങനെയുള്ളവരിലാണ് സ്തനാർബുദം ഉണ്ടാകാൻ കൂടുതൽ ചാൻസസ്? സോ ഇതിന് ഒരു റിസ്ക് ക്രൈറ്റീരിയ ഉണ്ട്. ഏജ് ആണ് ഇതിൻ്റെ മെയിൻ റിസ്ക് ക്രൈറ്റീരിയ. ഏജ് കൂടുന്തോറും, വയസ്സ് കൂടുന്തോറും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടും. സോ 50 yearsൻ്റെ മേലെയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടിയിട്ട് സ്ക്രീനിങ് അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. 40 to 50 വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, റിസ്ക് ഉണ്ട് എന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറെ സംബന്ധിച്ച് ഇതിൻ്റെ നോൺ കോസസ് ഉണ്ട്. അപ്പോൾ ആ കോസസ് ഉള്ള പേഷ്യൻസ്, ആ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള പേഷ്യൻസ് തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു സ്ക്രീനിങ് ടൂളുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിങ് പ്രോഗ്രാമിന് വേണ്ടി പോകുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് 50 വയസ്സിന് ശേഷം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നോൺ റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പോൾ പേഷ്യൻസ് ഹോർമോണൽ ടാബ്ലറ്റ്സ് കോൺട്രസെപ്റ്റീവ്സ് ആയിട്ട് കുറേ കാലം കഴിച്ചിട്ടുള്ളതാവാം. സോ ഈ ഹോർമോണൽ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത് എസ്ട്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ്. ഈ എസ്ട്രജൻ നമ്മൾ ഹോർമോണൽ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്, കോൺട്രസെപ്റ്റീവായിട്ട് കൊടുക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു കാരണമാവാം. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഒരു 10-15% പേഷ്യൻസിൽ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. പക്ഷേ എന്നാലും അത് നോൺ കോസ് ആണ്. ഫാമിലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിലേറ്റീവ് ഫാമിലി, സ്വന്തം സിസ്റ്റേഴ്സ്, അമ്മ അല്ലെങ്കിൽ ആൻറ്റീസ്, ഇവരുടെ ഇടയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സിസ്റ്ററിന് 30 yearsൻ്റെ താഴെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ വരികയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ഫാമിലി ഹിസ്റ്ററി നമുക്ക് ഒരു സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ഫാക്ടറാണ്. ഫാമിലിയിൽ ക്യാൻസർ ഉള്ളവർ എത്ര വയസ്സ് മുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആണ്, അവർ BRCA1 അല്ലെങ്കിൽ BRCA2 മ്യൂട്ടേഷൻ അവരത് ചെയ്യും. ഈ ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആയിട്ടുള്ളവർ BRCA1 2 മ്യൂട്ടേഷൻ ഈ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യണം. ഈ ജനറ്റിക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
അടുത്ത ഫാമിലി മെമ്പർ അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഫാമിലി മെമ്പർ, ഇപ്പോൾ അമ്മയ്ക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മകൾ ഒരു 20 വയസ്സിന് ശേഷം ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഓവറിയൻ ക്യാൻസർ ഇത് രണ്ടിനും സ്ക്രീനിങ് ചെയ്യണം. സോ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് യങ് ഏജിൽ തുടങ്ങണം. അപ്പോൾ അവർക്ക് മാമോഗ്രാം MRI മാമോഗ്രാമാണ് അവർക്ക് പറയുന്നത്. MRI മാമോഗ്രാം ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. സോ യൂഷ്വലി 20-25 മേലെ ഇവർ തുടങ്ങണം. ഇതില്ലാത്തൊരു ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത സാധാരണ ഒരു ആളാണ്, നോർമൽ പേഴ്സണാണ്, യാതൊരു വക സർജറീസും ബ്രസ്റ്റിന് ഇതുവരെ ചെയ്തിട്ടില്ല, റിസ്ക് ഫാക്ടേഴ്സ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ഇവർക്ക് എക്സ്റേ മാമോഗ്രാമാണ് ചെയ്യുന്നത്. അതും റെക്കമെൻഡഡ് ഏജ് 50 മേലെയാണ്. 40 to 50 അത്ര അധികം ചെയ്യുന്നില്ല, പക്ഷേ 40 to 50 ഇടയിലും പേഷ്യൻസ് വരാറുണ്ട്. സോ ഒരു ഇൻഡിവിജ്വൽ ഒരു റിസ്ക് ഫാക്ടർ നമ്മൾ അസസ് ചെയ്തിട്ട് വേണം പേഷ്യൻസിനോട് ഒരു സ്ക്രീനിങ് പ്രോഗ്രാം അഡ്വൈസ് ചെയ്യാൻ. എല്ലാവർക്കും സ്ക്രീനിങ് ചെയ്യണമെന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയില്ല. എത്ര ദിവസം ഗ്യാപ്പ് അല്ലെങ്കിൽ എത്ര കൊല്ലം ഗ്യാപ്പിലാണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടത്? ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ എന്തായാലും ഇയർലി ആനുവൽ മാമോഗ്രാം ചെയ്യണം, യങ് ഏജ് ആണെന്നുണ്ടെങ്കിൽ. സോ ഇയർലി വൺസ് മാമോഗ്രാം ചെയ്താൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് അവർക്ക് അറിയാം, അതിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും മുഴകളുണ്ടോ. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദറായിട്ട് ബയോപ്സിയോ അല്ലെങ്കിൽ FNAC അങ്ങനെ എന്തെങ്കിലും ഫർദർ കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടി പോകേണ്ടി വരും. എൽഡർ ഏജ് 50 മേലെയുള്ളവർക്ക് ആനുവലി ചെയ്യേണ്ട ആവശ്യമില്ല, 2 വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1000 പേഷ്യൻസിന് നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 6-7 പേഷ്യൻസിനാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്നത്. പക്ഷെ അതല്ലാതെ ഒരു 100ഓളം പേഷ്യൻസിന് ബ്രസ്റ്റിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കാണും. ആ അബ്നോർമാലിറ്റി ഇനി പേഷ്യൻ്റ് ടെൻഷനാവും, ഇത് നോർമലാണോ അബ്നോർമലാണോ, ആങ്സൈറ്റി ഉണ്ടാക്കും. കാരണം അത് ഫർദർ അൺനെസസറി ടെസ്റ്റുകൾ ചെയ്യാൻ പേഷ്യൻറ്റിനോട് അങ്ങനത്തെ ഒരു സ്ഥിതിക്ക് വരും. അപ്പോൾ പേഷ്യൻ്റ് അതൊക്കെ ഒരു അൺനെസസറി ആങ്സൈറ്റിയാണ്. സോ ഈവൻ മാമോഗ്രാം വൺസ് ഇൻ 2 years നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ക്യാൻസർ അല്ലാതെ ആവാനുള്ള എന്തൊക്കെ അസുഖങ്ങളാണ് ചാൻസസ് ഉള്ളത്? ക്യാൻസർ അല്ലാതെ വരുന്നത് ആണ് കൂടുതൽ കോമൺ. ബ്രസ്റ്റിൽ 80% ഓളം നോൺ ക്യാൻസറസ് പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ എബറൻറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവല്യൂഷൻ ഓഫ് ദ ബ്രസ്റ്റ്, ആൻഡി എന്ന് പറയും, ANDI. അപ്പോൾ ഒരു ബ്രസ്റ്റ് സാധാരണ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു 13 years 14 yearsന്ന് തൊട്ട് പ്യൂബർട്ടിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന് പിന്നെ പ്രഗ്നൻസിക്ക് ശേഷം മീനോപോസിൻ്റെ ടൈം അത് ഇൻവൊല്യൂട്ട് ചെയ്ത് പോകും. ഇതൊരു നോർമൽ ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അബറേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫൈബ്രോ അഡിനോമ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസാണ്. ഇപ്പോൾ ചില സ്ത്രീകൾക്ക് പീരിയഡ്സിൻ്റെ ഇടയിൽ പെയിൻ ഉണ്ടാവും, ബ്രസ്റ്റിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഉണ്ടാവും. കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങൾ സർജറിയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരില്ല. കൺസർവേറ്റീവായിട്ട് മെഡിസിൻസിൽ തന്നെ ആൻഡ് കൗൺസിലിങ്ങിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. മാമോഗ്രാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? യെസ്, നമ്മൾ എക്സ്റേ മാമോഗ്രാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതിന് അതിന് നമ്മൾ ബ്രസ്റ്റിന് റേഡിയേഷൻ കിട്ടുന്നുണ്ട്. സോ ബ്രസ്റ്റിന് റേഡിയേഷൻ കിട്ടുന്നതും ഒരു റിസ്ക് ഫാക്ടറാണ് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ. സോ അത് ചെയ്യുന്നതും വളരെ ഇത് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ ഈ വളരെ യങ് ഏജിൽ ഇപ്പോൾ ലിംഫോമൊക്കെ ആയിട്ട് റേഡിയേഷൻ എടുക്കേണ്ടി വന്ന ചില കുട്ടികൾക്ക് കുറച്ച് പ്രായമാകുമ്പോൾ 30-35 ആകുമ്പോൾ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു റിസ്ക് ഫാക്ടറാണ്. അപ്പോൾ റേഡിയേഷൻ വെദർ ഇറ്റ് ഇസ് മാമോഗ്രാം ഓർ എനി അതർ വേറെ ഏതെങ്കിലും ടൈപ്പ് റേഡിയേഷൻ ബ്രസ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസറിന് ഒരു റിസ്ക് ഫാക്ടറാണ്. കോൾ ഉണ്ടോ ഡോക്ടർ? നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ 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 പ്രമീന. അത് കുട്ടി പിന്നെ മുല കുടിക്കായിട്ട് ഒരു കല്ലിപ്പ് വരുത്തുണ്ട് ഇടക്കിടക്ക്. ഓക്കെ.
അപ്പൊ അതിനെ ഇടക്കിടക്ക് ചെറിയൊരു വേദന വരുന്നു. അതിനെക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? സാധാരണ മുല കുടിക്കുന്ന ആ ഒരു മുലപ്പാൽ കൊടുക്കുന്ന ഒരു സമയത്ത് അങ്ങനെ വരുന്നത് യൂഷ്വലി ഗാലക്ടോസീൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാവാം. ഈ പാല് ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ ചില ഡക്ട്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നതാവാം. ഗാലക്ടോസീൽ എന്ന് പറയും. ഒന്നേ കുടിക്കാറുള്ളൂ, ഒന്ന് കുടിക്കലേ ഇല്ല. അതെന്താണ്? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ പാല് വരാത്തതാണോ? അതെ, ഇല്ല, പാലെല്ലാം വരുന്നുണ്ട്, പക്ഷെങ്കില് കുടിക്കലേ ഇല്ല. 9 വർഷമായി. ഇപ്പം കുട്ടിക്ക് 9 വയസ്സായി, പക്ഷെ ഇപ്പോഴാണ് വേദന വരുന്നത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഒന്നേ കുടിക്കലുള്ളൂ. 9 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ബ്രസ്റ്റ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ, ഒരു ബ്രസ്റ്റ് പാല് കുടിച്ചിട്ടില്ല അങ്ങനെ? ഇല്ല ഇല്ല, ഒന്ന് ഹോസ്പിറ്റലിൽ തന്നെ കുടിച്ചില്ല, പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ കുടിക്കലേ ഇല്ല. ഇപ്പൊ ആ ബ്രസ്റ്റില് കുടിക്കാത്ത ആ ബ്രസ്റ്റിൽ ഇപ്പൊ വേദന ഉണ്ടെന്നാണ് പറയുന്നത്, അങ്ങനെയാണോ? ഇടയ്ക്കൊരു കല്ലിപ്പ് പോലെ. ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ? അത് എപ്പോഴും ഇടയ്ക്ക് മാത്രം. പിന്നെ പോവാറുണ്ട്. അത് പീരിയഡ്സ് ആയിട്ട് എന്തെങ്കിലും കോറിലേഷൻ ഉണ്ടോ? പീരിയഡ്സ് വരുമ്പോൾ കൂടാറുണ്ടോ, കുറയാറുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, കൂടുതലൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഈ വേദനയും കല്ലിപ്പും വരുന്നത് സാധാരണമാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ആവാം. അത് ഇപ്പോൾ എത്ര വയസ്സായി പ്രമീനയ്ക്ക്? പ്രായം എത്രയായി? എനിക്ക് 31. അപ്പോൾ ഇത് സാധാരണ ഒരു ജനറൽ സർജനെ കാണിച്ചിട്ട് ജസ്റ്റ് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ മാത്രം ചെയ്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് വേറെ ടെസ്റ്റുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സാധാരണ ഒരു ഡോക്ടറെ ജനറൽ സർജനെ കാണിച്ച് ടെസ്റ്റ് പരിശോധിച്ച് നോക്കിയതിന് ശേഷം മെഡിസിൻസ് മാത്രം കഴിച്ചാൽ മതി. സാധാരണ ഇങ്ങനത്തെ ഈ ചില സമയത്ത് വരുന്ന കല്ലിപ്പുകൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മുഴകളാവാറില്ല. പ്രത്യേകിച്ച് 30-31 വയസ്സിൽ അതൊരു സിഗ്നിഫിക്കൻ്റ് അല്ല. വിളിച്ചിരുന്ന നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ സ്ഥാനാർബുദത്തിന് പല സ്റ്റേജസും ഉണ്ടാവും. അപ്പോൾ ഈ തുടക്കത്തിലേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചികിത്സയെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അതെ, തുടക്കത്തിൽ കണ്ടുപിടിക്കുന്നതാണ് ഏതൊരു ക്യാൻസറിനും നല്ലത്. കാരണം നമുക്ക് അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ശരിയാക്കാവുന്നതാണ് തുടക്കത്തിൽ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്റ്റേജ് പ്രോഗ്രസ് ചെയ്ത് പോകും തോറും നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞു വരും. ട്രീറ്റ്മെൻറ്റ് സക്സസ് റേറ്റ് കുറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസിൻ്റെ ലൈഫ് സ്പാൻ നമുക്ക് അത്രയും അങ്ങോട്ട് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. സോ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മൾ ഇത് ക്യാൻസറായിട്ട് ഈ മുഴകൾ മാറുന്നേക്കാളും മുമ്പേ സ്ക്രീനിങ് ടെസ്റ്റിലോ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. സോ മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇങ്ങനത്തെ മുഴകൾക്ക് സർജറി ആയിരിക്കും. ചെറിയ സർജറിയോട് തന്നെ മൊത്തത്തിൽ മുഴ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യൂർ ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും തന്നെ അതിന് വേണ്ടി വരാറില്ല. സ്റ്റേജസ് ഒന്ന് വിശദീകരിക്കും. ഇപ്പോൾ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയുന്നത് പ്രീ മാലിഗ്നൻ്റ് സ്റ്റേജാണ്. ഇത് ക്യാൻസറായിട്ട് മൊത്തത്തിൽ മാറിയിട്ടില്ല, പക്ഷേ ക്യാൻസർ സെൽസ് ഉണ്ട്. സോ അത് സ്റ്റേജ് 1 അല്ല, അതിന് മുമ്പ് വരുന്ന ഒരു സ്റ്റേജാണ്. അതിന് കാർസിനോമ ഇൻ സിറ്റു എന്ന് പറയും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേജിന് മുമ്പ് വരുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ ആ ഡക്ട്യൂൾസ് പൊട്ടിയിട്ട് പുറത്ത് വന്ന് ബ്രസ്റ്റിൻ്റെ ഉള്ളിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 സെൻറ്റിമീറ്ററിൻ്റെ താഴെയാണെങ്കിൽ അതിന് നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയും. 2 സെൻറ്റിമീറ്ററിനേക്കാളും മേലെയാണെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ തൊട്ട് 5 സെൻറ്റിമീറ്റർ വരെയുള്ള ബ്രസ്റ്റ് ക്യാൻസർ മുഴകൾക്ക് നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയും. T2 ട്യൂമർ സൈസാണ് T2 എന്ന് പറയും. 5ൻ്റെ മേലെ പോകുമ്പോൾ അതിന് T3 എന്ന് പറയും. 5 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ വരെയൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് സ്കിന്നിൽ സ്പ്രെഡ് ആവും. അപ്പോൾ അത് T4 ആവും. സ്കിന്നിലാവും, അല്ലെങ്കിൽ ചെസ്റ്റ് വാളിൽ സ്പ്രെഡ് ആവും. ചെസ്റ്റ് വാളിൽ സ്പ്രെഡ് ആയാലും T4 ആണ്, അല്ലെങ്കിൽ സ്കിന്നിൽ സ്പ്രെഡ് ആയാലും T4 ആണ്. ഇതല്ലാതെ നോഡൽ സ്റ്റാറ്റസ് ഉണ്ട്. നോഡ്സ് എന്ന് പറയുന്നത് കഴലകളാണ്. ഇത് സാധാരണ നമ്മുടെ ലിംഫാറ്റിക് ഫ്ലൂയിഡാണ് ഡ്രെയിൻ ചെയ്യുന്നത് ബ്രസ്റ്റിന്. അത് നമ്മുടെ ബ്രസ്റ്റ് ഡ്രെയിൻ ചെയ്യുന്ന കക്ഷത്തിലേക്കാണ്. സോ അവിടെയാണ് ഈ ലിംഫ് നോഡ്സ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേഷൻ അവിടെയാണ്. സോ നോഡൽ സ്റ്റാറ്റസും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേജ് പറയുന്നത്.
പിന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസർ വളരെ ഷോർട്ട് സ്പാനിൽ വിതിൻ 3 months 6 months ചിലപ്പോൾ ക്യാൻസർ ബ്രസ്റ്റിൽ നിന്ന് പുറത്തേക്ക് സ്പ്രെഡ് ആവാം. ലങ്സിലേക്കോ ലിവറിലേക്കോ ബോൺസിലേക്കോ ആണ് കൂടുതൽ കോമൺ ആയിട്ട് സ്പ്രെഡ് ആവാന്ന്. സോ അതിന് നമ്മൾ സ്റ്റേജ് 4 എന്ന് പറഞ്ഞ് വിശദീകരിക്കും. സോ ഇതാണ് 4 സ്റ്റേജ്. ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ടും ട്രീറ്റ്മെൻറ്റിന് വ്യത്യാസമുണ്ട്. പേഷ്യൻറ്റിൻ്റെ ക്യൂർ ചെയ്യുന്ന സക്സസ് റേറ്റും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് ഡോക്ടർ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിനും ഓരോ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഇത് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുമ്പോൾ അതിൽ ഏജ് ഫാക്ടറും ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും ഏജ് ഫാക്ടർ ഉണ്ട്. പേഷ്യൻറ്റിൻ്റെ ഏജാണ് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് വയസ്സായിട്ടുള്ള ഒരു 70-80 years പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കീമോതെറപ്പി വേണ്ടാന്ന് വെക്കും. യങ് ഏജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണ് തിരിച്ചു വരാൻ. അവർക്ക് നമ്മൾ കീമോതെറപ്പി അഡ്വൈസ് ചെയ്യേണ്ടി വരും. അതും ബ്രസ്റ്റിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, ക്യാൻസറിൻ്റെ സൈസ് അനുസരിച്ച്, പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ നോഡൽ സ്പ്രെഡ് അനുസരിച്ചിട്ട്. സോ ഏജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ട്രീറ്റ്മെൻറ്റ് മാറ്റുന്നതിൽ. സ്റ്റേജ് അല്ലാതെ ഏജും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബ്രേക്ക് എടുത്തിട്ട് വേണം. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ മിനിയാ, മാവേലിക്കര. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 47 വയസ്സുണ്ട്. ഓക്കെ. ഇപ്പം പീരീഡ്സ് ആറാകുമ്പം ഒരാഴ്ചക്ക് മുമ്പ് ബ്രസ്റ്റിന്റെ രണ്ടും അടിവശത്ത് ഭയങ്കര വേദനയായിട്ട് വരുന്നുണ്ട്. അടിവയറ്റത്താണ് വേദന? ബ്രസ്റ്റിന്റെ അടിയിലാണ്. ഓക്കെ, ബ്രസ്റ്റിന്റെ അടിയിലാണ് വേദന. ഓക്കെ. ഇതില്ലാതെ വേറെ സൈഡിലെ ചെറിയ കുരുക്കൾ പോലെ, കുരുക്കളല്ല, കറുത്ത ഒരു മുഴ പോലെ ഉണ്ട് ചുറ്റിനും, മലനെട്ടിന്റെ അവിടെ, നിപ്പിളിന്റെ സൈഡില്. ഓക്കെ. ഇത് ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു 5-6 മാസമായി. പീരീഡ്സ് ആവുന്നതിന്റെ ഒരാഴ്ച മുമ്പ് പീരീഡ്സ്. അപ്പോൾ പീരീഡ്സ് തുടരുന്നേക്കാളും കുറച്ച് മുമ്പ് ഇങ്ങനെ വേദന വരുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് നോർമൽ, അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ ബിനൈൻ ഡിസീസസ് ആണ് സാധാരണ ഇതിന് കാരണങ്ങൾ. പിന്നെ ഈ കുരുക്കൾ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറെ കാണിച്ചൊന്ന് പരിശോധിക്കണം. അത് വല്ല ഇൻഫെക്റ്റീവ് എന്തെങ്കിലും പ്രോസസ്സാണോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. യൂഷ്വലി ഇങ്ങനെ മാസ്റ്റാൽജിയ എന്ന് പറയുന്നത് ബ്രസ്റ്റിൽ വേദന വരുന്നത് ക്യാൻസറായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ക്യാൻസർ യൂഷ്വലി പെയിൻലെസ് ആയിരിക്കും. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂഷ്വലി വേറെ എന്തെങ്കിലും കാരണമായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് അല്ലെങ്കിൽ മാസ്റ്റാൽജിയ വേറെ എന്തെങ്കിലും കോസ് ആയിരിക്കണം. ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സ്കിന്നിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ പിന്നെ എന്താണ്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ തന്നെ ഈ പീരിയഡ്സും സംബന്ധപ്പെട്ട് പിന്നെ ഈ മീനോപോസ് ഏജ് കിടക്കുമ്പോൾ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഇൻവല്യൂഷൻ, ഇതിലുള്ള എന്തെങ്കിലും ഒരു കാര്യം തെറ്റുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേദനകളോ മുഴകളോ വരാം. സോ ഇത് പേടിക്കേണ്ടതൊന്നുമില്ല. കുരുക്കൾ അവിടെ ഉള്ളത് ഡോക്ടറെ കാണിച്ചോളും. മറ്റേത് ജസ്റ്റ് പെയിൻ കില്ലേഴ്സ് മാത്രം മതിയായിരിക്കും. പിന്നെ 50 years കഴിഞ്ഞാൽ മാമോഗ്രാം ചെയ്യുന്നത് നല്ലതാണ്, ഒരു 2 വർഷത്തിൽ ഒരിക്കൽ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സ്ഥാനാർബുദത്തിന് പല സ്റ്റേജസ് ആണ് ട്രീറ്റ്മെൻറ്റും, സർജറി ഉണ്ട്, കീമോതെറാപ്പി, റേഡിയേഷൻ. ഇത് എങ്ങനെയൊക്കെയാണെന്ന് വിശദീകരിക്കാം? എപ്പോഴാണ് ഒരു സർജറി ചെയ്യുന്നത്? സോ സാധാരണ ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസ് ഡയഗ്നോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്, അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. സോ നമ്മൾ ഫസ്റ്റ് ഏർലി ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയാം. ഏർലി ബ്രസ്റ്റ് ക്യാൻസർ ആകുമ്പോൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സർജറി ആയിരിക്കും. അപ്പോൾ 2 ടൈപ്പ് സർജറി ഉണ്ട്. ഒന്ന് കൺസർവേറ്റീവ് സർജറി എന്ന് പറയും, മറ്റേത് റാഡിക്കൽ സർജറി എന്ന് പറയും. കൺസർവേറ്റീവ് ആകുമ്പോൾ ആ മുഴ മാത്രം എടുത്തിട്ട് അതിനൊരു മാർജിൻ കൊടുത്ത്, ഒരു 2 centimeter മാർജിൻ കൊടുത്ത് ആ മുഴ മാത്രം നീക്കം ചെയ്യും. ഇതില്ലാതെ കഴലകൾ അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി അതിൽ നിന്ന് ഒന്നില്ലെങ്കിൽ സെൻറ്റിനൽ ലിംഫ് നോഡ് ബയോപ്സി എടുക്കും, അല്ലെങ്കിൽ ആ കഴലകൾ മൊത്തത്തിൽ സർജറി ചെയ്ത് കളയും. സോ ഇത് കൺസർവേറ്റീവ് സർജറിയാണ്. ഈ കൺസർവേറ്റീവ് സർജറി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിനെല്ലാം തന്നെ റേഡിയേഷൻ ആവശ്യം വരും. ബാക്കിയുള്ള ബ്രസ്റ്റ് ടിഷ്യൂസിൽ ക്യാൻസർ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതല്ലാതെ ഈ സർജറി കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് സ്റ്റേജ്
പറയാൻ പറ്റുന്നത്. ഒരു സർജിക്കൽ സ്റ്റേജിംഗ് എന്നാണ് അതിന് പറയുന്നത്. സോ കറക്റ്റായിട്ട് ഈ സർജിക്കൽ സ്റ്റേജിങ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കീമോതെറപ്പി വേണോ, ഏത് ടൈപ്പ് കീമോതെറപ്പിയാണ് ചെയ്യുന്നത്. സോ യൂഷ്വലി ഏർലി ബ്രസ്റ്റ് ക്യാൻസർ 2 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ഈ സൈസുള്ള ക്യാൻസേഴ്സിന് സാധാരണ 6 അല്ലെങ്കിൽ 8 സൈക്കിൾസ് കീമോതെറപ്പി സർജറിന് ശേഷം വേണ്ടി വരും. ഒന്നില്ലെങ്കിൽ 15 ഡേയ്സ് ഒരിക്കലായിരിക്കും, അല്ലെങ്കിൽ 21 ഡേയ്സ് ഒരിക്കൽ ഈ കീമോതെറപ്പി ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അത് ഡേ കെയർ പ്രൊസീജിയറാണ്. രാവിലെ വന്ന് കീമോ എടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും പോവാം. പിന്നെ ഇതല്ലാതെ ഹോർമോണൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ എസ്ട്രോജൻ ഡിപ്പെൻഡൻ്റ് ആവാം. എസ്ട്രോജൻ ഹോർമോൺസ് എല്ലാ ഫീമെയിൽസിലുള്ളതാണ്. ഈ എസ്ട്രോജൻ ഹോർമോൺസ് കാരണമാണ് ചില ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഡെവലപ്പ് ആവുന്നത്. സോ ഓൾമോസ്റ്റ് 60-70% ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. സോ അവർക്ക് 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തോളം ഹോർമോൺസ് ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരും. സോ അതും അതിൻ്റെ ഒരു മേജർ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമാണ്. പിന്നെ അതല്ലാതെ റേഡിയേഷൻ, ഏർലി ബ്രസ്റ്റ് ക്യാൻസർ മൊത്തത്തിൽ ബ്രസ്റ്റ് എടുത്ത് നീക്കിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് റേഡിയേഷൻ ആവശ്യം വരും. സോ റേഡിയേഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ചെയ്ത ആ പോയിന്റിലേക്കും അതല്ലാതെ ഹോൾ ബ്രസ്റ്റും പിന്നെ ചിലപ്പോൾ കഴുത്തിലെ ഒരു ഭാഗത്തേക്കും അടിക്കേണ്ടി വരും. തുടക്കത്തിലെ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അതിൽ ലേറ്റർ സ്റ്റേജിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്ര കാലം നീണ്ടു നിൽക്കുന്ന ചികിത്സാ രീതികളാണ് ഉണ്ടാകുന്നത്? യൂഷ്വലി മേജർ ചികിത്സകൾ കീമോ, റേഡിയേഷൻ, സർജറി ഇതൊരു 6 മാസത്തോളം ഉണ്ടാവും. ഫസ്റ്റ് 6 months. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ 3 മാസവും ചെക്കപ്പിന് വരണം. പിന്നെ ഹോർമോൺസ് പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് 5 വർഷത്തോളം ടാബ്ലറ്റ്സ് ഹോർമോൺസ് കഴിക്കേണ്ടി വരും. മിനിമം 5 വർഷമാണ് പറയുന്നത്. 10 വർഷത്തോളം ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ട്. സോ ഏർലി ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി 80% പേഷ്യൻസ് 5 years വരെ നമുക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. അഡ്വാൻസ്ഡ് ക്യാൻസർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 60-70% വരെയെങ്കിലും നമുക്ക് ഒരു 5 years വരെ തിരിച്ചു വരില്ല എന്നുള്ളൊരു ഹോപ്പ് ഉണ്ട് ഇപ്പോഴും. അത് മെയിൻലി ബിക്കോസ് ഓഫ് കീമോതെറപ്പി. സോ ഒരുപാട് വലിയ ബ്രസ്റ്റ് ക്യാൻസർ മുഴയായിട്ട് വരുന്നവരും പൊട്ടി സ്കിന്നെല്ലാം പൊട്ടി പുറത്തേക്ക് വരുന്നു, അങ്ങനെയുള്ളവർക്കും ഹോപ്പുണ്ട്. കീമോതെറപ്പി കൊടുത്ത് സൈസ് കുറയ്ക്കാം. അതിന് ശേഷം മൊത്തത്തിൽ നമുക്ക് സർജറി ചെയ്ത് നീക്കാം. അതിന് ശേഷം പിന്നെ റേഡിയേഷൻ. സോ ട്രീറ്റ്മെൻറ്റ് ഒരുവിധം സെയിം ആയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇതല്ലാതെ കുറേ പേഷ്യൻസിന് മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. ക്യാൻസർ വന്ന് ബ്രസ്റ്റിൽ നിന്ന് ലങ്സിലോ ലിവറിലോ ബ്രെയിനിലോ ബോൺസിലോ സ്പ്രെഡ് ആയിട്ടുണ്ടാവും. ഇവരിൽ ഒരു മെജോറിറ്റി ഭൂരിപക്ഷവും പേഷ്യൻസ് ഒരു 5 വർഷം നിൽക്കുന്നത് ഡൗട്ടാണ്. പക്ഷേ ഇതിലും കുറേ പേര് നോർമലായിട്ട് ഒരു 5 വർഷം 10 വർഷം നിൽക്കുന്നവരുണ്ട്, ഒരു ചുരുങ്ങിയ ഒരു ശതമാനം. സമയം ഇവിടെ പൂർണ്ണമായി. സ്ഥാനാർബുദത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നതിന് നന്ദി.